അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അതേസമയം തൃശൂർ മരോട്ടിച്ചാൽ ചീരക്കുട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഈ അതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഓരോ ദിവസവും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതിരപ്പള്ളിയിലെ കാട്ടാന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാട്ടാനയുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പോലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിച്ചുകൊണ്ട് കാട്ടിലേക്ക് തിരിച്ചു വിട്ടത്. ഏതാണ്ട് 2 ആഴ്ചയോളം കൃത്യമായി വനംവകുപ്പ് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അതേ ആനയുടെ ഈ മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ മുറിവേറ്റ കാട്ടാനയുടെ നില അതീവ ഗുരുതരം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മുറിവിലൂടെ അടക്കം ഈ പുഴുക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഈ ദൃശ്യത്തിൽ വ്യക്തമാണ്. അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആഴ്ചകൾക്ക് മുൻപേ ആനയെ ചികിത്സയ്ക്ക് നൽകിക്കൊണ്ട് കാട്ടിലേക്ക് തിരിച്ചയച്ചത്. പക്ഷെ വീണ്ടും ഇപ്പോൾ ചികിത്സ ഇനിയും ചികിത്സിക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യത്തിലുള്ളത്.